ADGP MR അജിത് കുമാർ RSS നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച നടന്നു. രാവിലെ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി തേടിയപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് സർക്കാരിന് സമ്മതമാണെന്ന് സഭയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് 12 മണിയോടെയാണ് ചർച്ച തുടങ്ങിയത്. ചർച്ച നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി സഭയിൽ ഹാജരായിരുന്നില്ല. രാവിലെ സഭയിൽ സംസാരിച്ച മുഖ്യമന്ത്രി 11 മണിയോടെ സഭയിൽ നിന്ന് പോവുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് തൊണ്ടവേദനയാണെന്നും വോയിസ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സ്പീക്കർ സഭയെ അറിയിച്ചു. മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായത് യാദൃച്ഛികമാണെന്നായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച് സംസാരിച്ച N. ഷംസുദ്ദീൻ MLA പരിഹാസം. അസുഖം ആർക്കും വരാമെന്നും അത്തരം വാക്കുകൾ പ്രയോഗിക്കരുതെന്നും സ്പീക്കർ N. ഷംസുദ്ദീൻ പറഞ്ഞു. നിയമസഭയിലെ അടിയന്തര പ്രമേയ ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക്. മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് ഡോക്ടറെ കാണിക്കാൻ അദ്ദേഹത്തിന് കടുത്ത തണുപ്പും വോയിസ് റെസ്റ്റ് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഡോക്ടറെ കാണിച്ചു. അദ്ദേഹത്തിന് സമ്പൂർണ്ണ വോയിസ് റെസ്റ്റ് ആണ് ഡോക്ടർ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സഭയിൽ ഉണ്ടാവില്ല എന്ന കാര്യം അറിയിക്കുകയാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രിയെ സഭാ നടപടികൾ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീ N. ഷംസുദ്ദീൻ, അങ്ങേക്ക് 15 മിനിറ്റ് സംസാരിക്കാവുന്നതാണ്. സർ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ നിരന്തരം RSS നേതാക്കന്മാരെ മണിക്കൂറുകളോളം കണ്ട് ചർച്ച നടത്തുകയും അത് സംബന്ധിച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളുടെ ഇന്റലിജൻസ് ആഭ്യന്തര വകുപ്പിന് ഇങ്ങനൊരു സംഗതി നടന്നു എന്നുള്ള വിവരം കൊടുത്തിട്ടും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആഴ്ചകൾക്ക് മുമ്പ് ഇതിൽ കൃത്യമായ പത്രസമ്മേളനം നടത്തി വിവരം പറഞ്ഞിട്ടും ഈ അടുത്തിടെ ഒരു ഭരണകക്ഷി MLA ഈ കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞിട്ടും ആരോപണ വിധേയനായ ADGPയെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിനെതിരായിട്ടാണ് സാർ ഞാൻ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത്. സർ, ഇവിടെ നമ്മുടെ മുമ്പിലുള്ളത് എന്താണ്? ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP RSSന്റെ നേതാവ് ദത്താത്രേയ ഹൊസ്ബളയെ കഴിഞ്ഞ 2023 മെയ് മാസം തൃശ്ശൂരിലെ RSS ക്യാമ്പിൽ പോയിട്ട് കാണാൻ. RSS ക്യാമ്പിൽ പോയി കണ്ട് അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് മണിക്കൂറോളമാണ് സാർ. പിന്നീട് 10 ദിവസത്തിന് ശേഷം RSSന്റെ മറ്റൊരു ചീഫ്, ദേശീയ തലത്തിലുള്ള ഒരു നേതാവ് ശ്രീ റാം മാധവിനെ കോവളത്ത് പോയി മണിക്കൂറുകളോളം ചർച്ച നടത്തുന്നു. വീണ്ടും ആ ചർച്ചയുടെ തുടർ ചർച്ച നടക്കുന്നു. 2 തവണയാണ് ADGP, ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവി RSSന്റെ റാം മാധവ് എന്ന് പറയുന്ന തലവനുമായിട്ട് 2 തവണയാണ് ചർച്ച നടത്തുന്നത്. സർ, ഇത് സർക്കാരിന്റെ മുമ്പിൽ ഇന്റലിജൻസ് റിപ്പോർട്ടായിട്ട് വന്ന് സ്വാഭാവികമാണ്. നമ്മുടെ പോലീസ് ഇന്റലിജൻസ് അത്ര മോശമൊന്നുമല്ല. ആരുടെ ഭാഗത്ത് വരുന്ന വീഴ്ചകളും അവർ ചൂണ്ടിക്കാണിക്കും. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഈ ഉദ്യോഗസ്ഥനോട് എന്തിനാണ് നിങ്ങൾ RSSന്റെ തലവന്മാരെ, RSSന്റെ നേതാക്കന്മാരെ നിരന്തരം കാണുന്നത് എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഈ ഗവൺമെന്റിനുണ്ടായില്ല. ഈ ഗവൺമെന്റ് അത് ചെയ്തില്ല. മുഖ്യമന്ത്രി ചോദിച്ചില്ല, ആഭ്യന്തരമന്ത്രി ചോദിച്ചില്ല. സർ, ഒരു നടപടിയും സ്വീകരിച്ചില്ല. എങ്ങനെ ചോദിക്കും? സന്ദർശനം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാകുമ്പോ, അജിത് കുമാർ ദൂതനാകുമ്പോ ചോദിക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പോഴാണ് ഈ കള്ളക്കളികൾ ഇങ്ങനെ പുറത്തു വരുന്നത്. സാർ, ഇതിവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. RSSന്റെ മറ്റൊരു നേതാവ് വത്സൻ തില്ലങ്കേരിയുമായിട്ട് ADGP കൂടിക്കാഴ്ച നടത്തിയത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ വെച്ചാണ്. ആ കൂടിക്കാഴ്ച നടത്തിയതിന് അപ്പൊ തന്നെ ഫലം ഉണ്ടായി. അവിടെ വൈറ്റുകാട് 10,000ങ്ങൾക്ക് ദിവസവും ആളെന്ന് ആരെന്ന് നോക്കാതെ ഭക്ഷണം കൊടുത്തിരുന്ന ഹോട്ടൽ അപ്പൊ പൂട്ടിച്ചു. ഈ ADGPയുടെ നിർദ്ദേശപ്രകാരം ആ കൂടിക്കാഴ്ചക്ക് ശേഷം ആ ഭക്ഷണശാല സർ അപ്പൊ പൂട്ടിച്ചു. ഇത് ഞങ്ങൾ പറയുന്നതല്ല. CPIയുടെ ജില്ലാ സെക്രട്ടറി EJ ബാബു അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പരാതി കൊടുത്തു. ഇവിടെ എനിക്ക് ശേഷം CPIയുടെ പ്രതിനിധികൾ സംസാരിക്കുന്നുണ്ട്.